ഈ വീഡിയോയിൽ നമ്മൾ കെമിസ്ട്രി ചാപ്റ്റർ 5 കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റലിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതോടനുബന്ധിച്ചുള്ള ബേസിക് ഫാക്ട്സും നമുക്ക് പഠിക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ രൂപത്തിൽ നമുക്ക് ഓരോ പോയിന്റും പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് SSLC എക്സാമിന് നല്ല രീതിയിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എക്സാമിൻ ദ കെമിക്കൽ ഇക്വേഷൻ ഗിവൺ ബിലോ. നമുക്കിവിടെ ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. റൈറ്റ് ദ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഈ കെമിക്കൽ ഇക്വേഷൻ്റെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഫോർവേഡ് റിയാക്ഷൻ, എന്താണ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കറിയാം രണ്ട് ടൈപ്പ് റിയാക്ഷൻസ് ഉണ്ട്. രണ്ട് ടൈപ്പ് റിയാക്ഷനാണ് നമ്മൾ പറഞ്ഞു. ഒന്ന് റിവേഴ്സിബിൾ റിയാക്ഷനും രണ്ടാമത്തെയാണ് ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ. റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിയാക്റ്റൻ്റ് ഉണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്. റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞത് N2. ഇപ്പോൾ ഈ ഒരു കെമിക്കൽ ഇക്വേഷനിലാണെങ്കിൽ N2വും 3H2നും കൂട്ടി പറയുന്ന പേരാണ് റിയാക്റ്റൻ്റ്. ഇനി ഉണ്ടാവുന്ന അമോണിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊഡക്റ്റ്. അപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷനിൽ ഈ N2വും 3H2വും കൂടി ചേർന്നിട്ട് NH3 ഉണ്ടാവുന്നു. അതായത് റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായിട്ട് മാറുന്നു. അതേപോലെ തന്നെ ഈ NH3നെ നമുക്ക് വീണ്ടും N2വും 3H2 ആയിട്ട് മാറ്റാൻ കഴിയും. അതാണ് റിവേഴ്സിബിൾ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കഴിയും. റിയാക്റ്റൻറ്റിനെ പ്രൊഡക്റ്റാക്കി എടുക്കാനും പറ്റും, പ്രൊഡക്റ്റിനെ റിയാക്റ്റൻ്റാക്കി മാറ്റാനും കഴിയും. അത്തരം അതായത് രണ്ട് ഡയറക്ഷനിലേക്കും ഉണ്ടാവുന്ന റിയാക്ഷനെയാണ് നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ആവുന്ന ആ ഒരു റിയാക്ഷനെ നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എന്നും പ്രൊഡക്റ്റ് തിരിച്ച് റിയാക്റ്റൻ്റ് ആയിട്ട് മാറുന്ന ആ ഒരു റിയാക്ഷനെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നും പറയും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിക്കും ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും വരുന്ന റിയാക്ഷൻ ഏതാണ്? റിവേഴ്സിബിൾ റിയാക്ഷൻ. അതുപോലെ തന്നെ ഇർറിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ കാര്യങ്ങൾ പോവുള്ളൂ. അതായത് റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായിട്ട് മാറും, പ്രൊഡക്റ്റിനെ നമുക്ക് തിരിച്ച് റിയാക്റ്റൻ്റ് ആക്കി മാറ്റാൻ പറ്റില്ല. അത്തരം റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പോൾ രണ്ട് ടൈപ്പ് റിയാക്ഷൻ ഉണ്ടെന്ന് ഓർക്കുക, റിവേഴ്സിബിളും ഇർറിവേഴ്സിബിളും. ഈ റിയാക്ഷൻ ഓൺലി വൺ ഡയറക്ഷനിലേക്ക് മാത്രമേ നടക്കുള്ളൂ. വൺ ഡയറക്ഷനിൽ മാത്രം നടക്കുന്ന റിയാക്ഷനെ നമ്മൾ ഇർറിവേഴ്സിബിൾ എന്നും ബോത്ത് ഡയറക്ഷനിലേക്ക് നടക്കുന്ന റിയാക്ഷനെ, അതായത് രണ്ട് ഡയറക്ഷനിലേക്ക് നടക്കുന്ന റിയാക്ഷനെ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്നും പറയും. ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ ഈ ഒരു കെമിക്കൽ ഇക്വേഷൻ്റെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ തന്നെ പഠിച്ചു ഈ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുന്നത് റിവേഴ്സിബിൾ റിയാക്ഷനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പോൾ ഇതിൻ്റെ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? N2 + 3H2 എന്തായിട്ട് മാറും? 2NH3 ആയിട്ട് മാറും. അതായത് റിയാക്റ്റൻ്റ് കമ്പൈൻ ചെയ്തിട്ട് പ്രൊഡക്റ്റായിട്ട് മാറുന്നു. എന്നാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞത് ഈ പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന ഈ അമോണിയ തിരിച്ച് നൈട്രജനും ഹൈഡ്രജനുമായിട്ട് മാറുന്നു. ഇതാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഈ രണ്ട് റിയാക്ഷനും നടക്കുന്നത് റിവേഴ്സിബിൾ റിയാക്ഷനിലാണ്. അതും പഠിച്ചിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നന്നായി പഠിക്കുക. ഇവിടെ ഒരു കെമിക്കൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. NaOH എന്നറിയപ്പെടുന്ന സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും HClഉം കൂടി ചേർന്നിട്ട് സോഡിയം ക്ലോറൈഡ് + H2O എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ റിയാക്റ്റൻ്റ് ഏതാണ് പ്രൊഡക്റ്റ് ഏതാണെന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. റിയാക്റ്റൻ്റ് ഏതൊക്കെയാണ്? ഈ കാര്യത്തിനെയാണ് റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞത്. അതായത് NaOHഉം അതായത് HClഉം. ഈ സംഭവമാണ് റിയാക്റ്റൻ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിലെ പ്രൊഡക്റ്റ് ഏതാണ്? NaCl സോഡിയം ക്ലോറൈഡും അതുപോലെ തന്നെ വാട്ടറും. ഇതാണ് പ്രൊഡക്റ്റായിട്ട് വരുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. റിയാക്റ്റൻ്റ് ഏതാ പ്രൊഡക്റ്റ് ഏതാണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. SSLC മോഡൽ 2020 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. അതായത് ഈ ഒരു ഗ്രാഫ് അതോടനുബന്ധിച്ചുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഗ്രാഫ് ഓഫ് എ റിവേഴ്സിബിൾ പ്രോസസ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് റിവേഴ്സിബിൾ എന്ന് പറഞ്ഞത് ഫോർവേഡ് റിയാക്ഷൻ ഉണ്ടായിരിക്കും, ബാക്ക്വേർഡ് റിയാക്ഷൻ ഉണ്ടായിരിക്കും. ഇവിടെ ഒരു കെമിക്കൽ ഇക്വേഷൻ അമോണിയ ഉണ്ടാവുന്ന ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നേക്കുന്നത്. ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് ഗ്രാഫ് റെപ്രസെൻറ്റ് ഫോർവേഡ് റിയാക്ഷൻ. ഇതിൽ ഏത് പാർട്ടാണ് ഫോർവേഡ് റിയാക്ഷനെ കാണിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഗ്രാഫിനെ കുറിച്ചൊന്ന് പഠിക്കാം. അതായത് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇതേപോലെ തന്നെ y കോർഡിനേറ്റിൽ വരുന്നത് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനാണ്. അതേപോലെ തന്നെ ടൈം എക്സ് കോർഡിനേറ്റിൽ എക്സ് ആക്സിസിൽ ടൈം വരുന്നു. ഇനി ഇവിടുന്ന് ഇങ്ങനൊരു ഗ്രാഫ് വരുന്നുണ്ട്, ഇവിടുന്ന് ഇങ്ങനൊരു ലൈൻ പോകുന്നുണ്ട്.
ഇവിടെ നിന്ന് വരുന്ന ഈ ഒരു ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് റിയാക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഫോർവേഡ് റിയാക്ഷൻ. അതായത് ഫോർവേഡ് റിയാക്ഷൻ എന്താണ്? റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായിട്ട് മാറാം. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന ആ ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താണ്? പ്രൊഡക്റ്റ് തിരിച്ച് റിയാക്റ്റൻ്റ് ആയിട്ട് മാറുന്ന ആ ഒരു റിയാക്ഷൻ നമ്മൾ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും കൂടി ചേർന്നിട്ട് ഇതിൻ്റെ റേറ്റ്, ഈ രണ്ട് റിയാക്ഷനും റേറ്റ് ഈക്വലായിട്ട് പോകുന്ന ഒരു ലൈൻ ഉണ്ട് ഇവിടെ. ഈ ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം പോയിന്റ്. അതായത് ഈ രണ്ട് റിയാക്ഷനും ഒരേപോലെ നിൽക്കും, ഈക്വലായിട്ട് നിൽക്കും. അതാണ് ഈ ലൈൻ നേരെ പോകുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം പോയിന്റ്. ഇനി ഇത് പഠിച്ചതിന് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് ഗ്രാഫ് റെപ്രസെൻറ്റ് ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷനെ സൂചിപ്പിക്കുന്ന ഈ ഗ്രാഫിൻ്റെ പാർട്ട് ഏതാണ്? നമുക്കറിയാം, ഇപ്പോൾ തന്നെ പഠിച്ചുള്ളൂ. ഏതാണ്? ബി എ. ബി എ ആണ് ഇവിടെ ഫോർവേഡ് റിയാക്ഷനെ സൂചിപ്പിക്കുന്ന പാർട്ട്. ശരി, അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് ഗ്രാഫ് റെപ്രസെൻറ്റ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഒ എ. ഇക്വിലിബ്രിയം പോയിന്റ് ആണെങ്കിൽ എ സി. ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് ദി ഗ്രാഫ് വിച്ച് റെപ്രസെൻറ്റ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഏത് പാർട്ടാണ് ഇതിൽ കാണിക്കുന്നത്? എ സി. അതായത് എ സി ആണ് ഇവിടുത്തെ ആൻസർ. ഇതാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ വരുന്നത്. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആവുന്ന ഒരു സ്റ്റേജ്, അതിനാണ് എ സി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ നോക്കിയേ, നെയിം ദ പാർട്ട് ഒ എ. നമുക്കറിയാം ഇത് ഫോർവേഡ് റിയാക്ഷൻ ആണെങ്കിൽ ഈ ഒ എ എന്ന് പറഞ്ഞ പാർട്ട് ഏതാണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് റിയാക്റ്റൻ്റ് ആയിട്ട് മാറുന്ന ആ ഒരു റിയാക്ഷനെയാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. ഇതിൽ രണ്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, എയും ബിയും. ഇതിൽ റിവേഴ്സിബിൾ റിയാക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ റിവേഴ്സിബിൾ നമുക്കറിയാം, റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറും, പ്രൊഡക്റ്റ് റിയാക്റ്റൻ്റ് ആയിട്ട് മാറും. അപ്പോൾ രണ്ട് ഭാഗത്തേക്കും ആരോ മാർക്ക് വരുന്ന ഈ ബി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഇതാണ് ഇവിടുത്തെ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. നമുക്ക് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളും പോയിന്റ്സും പഠിച്ചതിന് ശേഷം മാത്രം ഇതിനോടനുബന്ധിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ? വെൻ ദ കോൺസെൻട്രേഷൻ, പ്രഷർ ഓർ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം ഈസ് ചേഞ്ച്ഡ്. നമുക്കറിയാം ഓൾറെഡി ഇക്വിലിബ്രിയത്തിൽ എത്തി നിൽക്കുന്ന ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ മൂന്ന് കാര്യങ്ങളിലാണ് നമ്മൾ ചേഞ്ച് വരുത്തുക. ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റിലോ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റിലോ. പിന്നെ രണ്ട് കാര്യങ്ങളിൽ പ്രഷറിലോ ടെമ്പറേച്ചറിലോ നമുക്ക് ചേഞ്ച് വരുത്താം. അപ്പോൾ ഓൾറെഡി ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്, എന്നിട്ടാണ് നമ്മൾ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോൺസെൻട്രേഷനിലോ പ്രഷറിലോ ടെമ്പറേച്ചറിലോ മാറ്റം വരുത്തുന്നത്. അങ്ങനെ മാറ്റം വരുത്തിയാൽ പോലും ഈ സിസ്റ്റം അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഒരു മാറ്റത്തെ മറികടക്കാൻ വേണ്ടി ഈ സിസ്റ്റം തന്നെ ആ മാറ്റത്തെ ഇല്ലാതാക്കിക്കൊണ്ട് പുതിയൊരു സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്താണ് ചെയ്യുക. അപ്പോൾ ആ സിസ്റ്റം തന്നെയാണ് ഒരു ന്യൂ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്. അത്തരം ഫിനോമിനനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ഇപ്പം തന്നെ പഠിച്ചുള്ളൂ, ഒരു ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ മൂന്ന് കാര്യങ്ങളിലാണ് നമ്മൾ ചേഞ്ച് കൊണ്ടുവരിക. ഒന്ന് കോൺസെൻട്രേഷനിൽ, രണ്ടാമത് ടെമ്പറേച്ചറിൽ, മൂന്നാമത് പ്രഷറിൽ. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കോൺസെൻട്രേഷനിൽ എന്തൊക്കെ ചേഞ്ച് വരുന്നു, ഏതൊക്കെ റിയാക്ഷൻ കൂടും, അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുക. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി ശ്രദ്ധിച്ചിരിക്കുക. ഒന്ന്, കോൺസെൻട്രേഷൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റും ഉണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റും ഉണ്ട്. റിയാക്റ്റൻറ്റിലോ പ്രൊഡക്റ്റിലോ എന്തെങ്കിലും വ്യത്യാസം വരുത്തണം. അപ്പോൾ ആദ്യം തന്നെ റിയാക്റ്റൻറ്റിലുള്ള കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത് നോക്കി. നമ്മൾ റിയാക്റ്റൻറ്റ് കൂട്ടുമ്പോൾ അവിടെ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് കൂടും, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് കുറയും. അതായത് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിയാക്റ്റൻറ്റ് പ്രൊഡക്റ്റായിട്ട് മാറുന്ന ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് റിയാക്ഷൻ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് കൂടാണെങ്കിൽ ഫോർവേഡ് റിയാക്ഷനും കൂടും. എന്നാൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് കുറയാണെങ്കിൽ എന്തുണ്ടാവും? ഫോർവേഡ് റിയാക്ഷൻ കുറയും, ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടും. ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയാന്നർത്ഥം ഫോർവേഡ് റിയാക്ഷൻ കുറയാണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടാണ്. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് റിയാക്റ്റൻ്റ് ആയിട്ട് മാറുന്ന റിയാക്ഷനാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് പഠിച്ചു. ഇനി അതേപോലെ തന്നെയാണ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് കൂടുമ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ ഇവിടെ കൂടും, ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടും, ഫോർവേഡ് റിയാക്ഷൻ
കുറയും, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും. ഇനി കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് കുറയുകയാണെങ്കിലോ ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ കുറയും, ഫോർവേഡ് റിയാക്ഷൻ കൂടും. ഏതെങ്കിലും ഒരു കാര്യം പഠിച്ചു വെക്കുക. ഒന്നും കൂടി നല്ല രീതിയിൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. N2 + 3H2 gives 2NH3. ഇവിടെ ഒരു കെമിക്കൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, റേറ്റ് ഓഫ് വിച്ച് റിയാക്ഷൻ ഇൻക്രീസസ് വെൻ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ഇൻക്രീസ്ഡ്. ഇവിടെ ഏത് റിയാക്ഷനാണ് ഇൻക്രീസ് ചെയ്യുക? രണ്ട് റിയാക്ഷനുള്ളൂ ഇത്തരം സന്ദർഭങ്ങളിൽ, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും. നൈട്രജൻ്റെ അളവ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുക എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ആദ്യം തന്നെ നോക്കേണ്ടത് നൈട്രജൻ പ്രൊഡക്റ്റിലാണോ റിയാക്റ്റൻറ്റിലാണോ വരണതെന്നാണ്. നൈട്രജൻ വരുന്നത് റിയാക്റ്റൻറ്റിലാണ്. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ റിയാക്ഷനേ അവിടെ കൂടുള്ളൂ, അതായത് ഫോർവേഡ് റിയാക്ഷൻ അവിടെ കൂടും. അത് ഓർത്തിരിക്കുക. അടുത്തത്, വാട്ട് ഹാപ്പൻസ് വെൻ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ ഇൻക്രീസ്ഡ്. ഇവിടെ അമോണിയയുടെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമോണിയ ഏതായിട്ടാണ് വരുന്നത്? പ്രൊഡക്റ്റ് ആയിട്ടാണ് വരുന്നത്. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടി കഴിഞ്ഞാൽ ഒറ്റ റിയാക്ഷൻ അവിടെ കൂടുള്ളൂ, ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇതൊരു ഹിൻ്റാണ് കേട്ടോ. റിയാക്റ്റൻറ്റിൻ്റെ കേസിലാണെങ്കിൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ കൂടും. ഇനി പ്രൊഡക്റ്റിൻ്റെ കാര്യമാണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടും. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ എഴുതിയാൽ മതി. അടുത്തത്, വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഓഫ് റിമൂവിങ് അമോണിയ കണ്ടിന്യൂസ്ലി ഫ്രം ദ സിസ്റ്റം. ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അമോണിയ പെട്ടെന്ന് ഈ സിസ്റ്റത്തിൽ നിന്ന് മാറ്റാമെന്ന് വിചാരിക്കും. അപ്പോൾ അവിടെ ഒറ്റ അടുത്തുള്ളൂ എന്ന് ആലോചിച്ച് കിട്ടും. അമോണിയ എന്ന് പറയുന്നത് പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റ് പെട്ടെന്ന് മാറ്റുകയാണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ അളവ് അവിടെ കുറയാന്നാണ് അർത്ഥം. പ്രൊഡക്റ്റിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ അവിടെ എന്ത് കൂടും? ഫോർവേഡ് റിയാക്ഷൻ കൂടും. പ്രൊഡക്റ്റിൻ്റെ അളവ് കൂടാണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ അളവ് കുറയാണെങ്കിലോ ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ക്വസ്റ്റ്യൻ 2023 മോഡൽ എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എ റിവേഴ്സിബിൾ റിയാക്ഷൻ അറ്റ് ഇക്വിലിബ്രിയം ഈസ് ഗിവൺ. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ ഉണ്ടായിരിക്കും, ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും. രണ്ട് ഭാഗത്തേക്ക് നടക്കുന്ന റിയാക്ഷനെയാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. എന്താണ് ഫോർവേഡ് റിയാക്ഷൻ്റെ ഇക്വേഷൻ? റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായിട്ട് മാറുന്ന ആ ഇക്വേഷനാണ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. 2NO + O gives 2NO2. ഇതാണ് ആ ഫോർവേഡ് റിയാക്ഷൻ്റെ ഇക്വേഷൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നൊരു സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.